അള്ളാഹു മാത്രമാണ് ഖാലിഖ്, അള്ളാഹു മാത്രമാണ് പടച്ചവൻ, അള്ളാഹു മാത്രമാണ് സട്ടാവ്. ഒരു വലിയനെ സംബന്ധിച്ച് നബി എന്ന് പറയാൻ പറ്റില്ല, റസൂൽ എന്ന് പറയാൻ പറ്റില്ല, പിന്നെ പടച്ചവൻ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് ഒരു മുസ്ലിം ചിന്തിക്കുക പോലും ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അവരെന്തും പറയും, ഇന്നത് എന്നില്ല. ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു 2-3 ദിവസം മുമ്പ്. അതിൽ പറയുന്നത് മടവൂരാരാ പടച്ചോനാ, ഞങ്ങളെ പടച്ചോൻ മടവൂരാ, ഇങ്ങനെ പറയുന്നതാണ് കേട്ടത്. ഒരാൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ്. എന്ന് മാത്രം അല്ല, ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ ഭാര്യ അവന് ഹലാലല്ല, അവൻ്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല, അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇസ്ലാമെന്ന് പുറത്തു പോയാൽ പിന്നെ അവന് ഇസ്ലാമിൻ്റെ ഒരു സംഗതിയുമില്ല. ഇസ്ലാമിൻ്റെ മൈതാനിയിൽ അവനെ മറവിയാൻ പറ്റൂല, ഇസ്ലാമിൻ്റെ ഖബർസ്ഥാനിൽ മറവിയാൻ പറ്റൂല, അതുപോലെ അവന് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റില്ല. ഇസ്ലാമിൻ്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാമെന്ന് പുറത്തു പോയ ഒരാളായി പോയാൽ. അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല. എന്തും പറയാം, എന്തും ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞു, വഖാലൽ മസീഹു, ഈസാ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? യാ ബനി ഇസ്രായീൽ, ഓ ഇസ്രായേൽ സന്തതികളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. റബ്ബീ വ റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ, എന്നെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ, അവനാണ് അല്ലാഹ്, അവനെ നിങ്ങൾ ആരാധിക്കണം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, വല്ലവനും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, അല്ലാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പങ്കുകാരനുണ്ടെന്നോ കൂറുകാരനുണ്ടെന്നോ വിശ്വസിച്ചാൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ പടച്ചവന് തുല്യനുണ്ടെന്ന് വിശ്വസിച്ചാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു നിശ്ചയം. അല്ലാഹുവിന്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം അല്ലാഹു നിശ്ചയമായും ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാലിൽ ളാലിമീന മിൻ അൻസാർ, ഈ ശിർക്ക് കൊണ്ട് ദുൽമ ചെയ്യുന്ന, അള്ളാഹുവിന് തുല്യരായി ഏതെങ്കിലും ഒരു വ്യക്തി, അത് ഈസാ നബി അലൈഹി ഇസ്ലാം ആണെങ്കിലും, ഈസാ നബി ചില്ലറക്കാരനല്ല, മറിച്ച് മരിച്ച മയ്യത്തിനെ ഹയാത്താക്കുന്ന മുഅ്ജിസത്ത് കാണിച്ച പ്രവാചകനാണ്, റസൂലാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തി കാണിച്ചു കൊടുത്ത മുഅ്ജിസത്ത് കാണിച്ച ആളാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. അന്നീ അഖ്ലുഖു ലക്കും മിനത് തീനി കഹയ്യത്തി തൈരി ഫഅൻഫുഖു ഫീഹി ഫയകൂനു തൈറൻ ബിഇദ്നില്ലാഹ്, കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി ഊതി പക്ഷിയായി പറപ്പിച്ച് കാണിച്ചു കൊടുത്ത നബിയാണ് ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ അള്ളാഹുവിന് ഉള്ള എന്തെങ്കിലും ഒരു വിശേഷണം ഈസാ നബി അലൈഹിസ്സലാമിന് ആരെങ്കിലും ചാർത്തിയാൽ, ആരെങ്കിലും വിശേഷിപ്പിച്ചാൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പറയാണ് വമാലിൽ ളാലിമീന മിൻ അൻസാർ, ഏത് ശിർക്ക് ചെയ്യുന്നവരാണെങ്കിലും, ശിർക്ക് വിശ്വസിക്കുന്നവരാണ്, ശിർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമാണല്ലോ, ശിർക്ക് ബഹുദൈവ വിശ്വാസമാണ്, ശിർക്ക് ഏകദൈവ വിശ്വാസമാണ് തൗഹീദ്. അങ്ങനെ ഒരുത്തന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നാൽ മാലിൽ ളാലിമീന മിൻ അൻസാർ, ഒരു സഹായിയും അവനില്ല, ഒരു നബിയും സഹായിക്കൂല, ഒരു വലിയും സഹായിക്കൂല, ഒരു മലക്കും സഹായിക്കൂല. അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരാളെ സഹായവും കിട്ടൂലല്ലോ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. അതുകൊണ്ട് ആരും അതിര് കവിയാൻ പാടില്ല. സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിര് കവിയാൻ പാടില്ല. ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല. വളരെ ശ്രദ്ധിക്കണം, ഈമാൻ ശ്രദ്ധിക്കണം, ഈമാനിന് കേടുവരാൻ പാടില്ല. ഒരു റസൂലാകാത്ത വ്യക്തി റസൂലാണെന്ന് പറയാൻ പറ്റില്ല, നബിയാണെന്ന് പറയാൻ പറ്റില്ല, പിന്നെയല്ലേ പടച്ചവനാണ് എന്ന് പറയൽ. സുഹൃത്തുക്കളെ, ഒരു വലിയനെ സംബന്ധിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലാണെന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം ആകുമോ? അതിനേക്കാൾ വലിയൊരു ഖുതുബുണ്ടോ? അതിനേക്കാൾ വലിയൊരു വലിയുണ്ടോ? അതിനേക്കാൾ വലിയൊരു മഹാൻ അമ്പിയാക്കൾ കഴിച്ചാൽ വേറെയുണ്ടോ? പക്ഷേ ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പുറവും ഇപ്പുറവും ആകാൻ പാടില്ല. അർഹമായത് വകവെച്ച് കൊടുക്കുകയും വേണം. ശേഷം റബ്ബ് പറഞ്ഞു, ലഖദ് കഫറ അല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ 3 ദൈവങ്ങളിൽ ഒരു ദൈവമാണ്. ഒന്ന് ഈസാ നബിയും, ഒന്ന് മറിയം ബീവിയും,
ഒന്ന് അല്ലാഹു എന്ന് പറഞ്ഞവരും നിശ്ചയം അവിശ്വാസികളാണ്. വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദ്, ഏകനായ അല്ലാഹു അല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ല. വൈലം യന്തഹു അമ്മാ യഖൂലൂൻ, അവർ പറയുന്നതിൽ നിന്ന് അവർ മാറി നിൽക്കുന്നില്ലെങ്കിൽ അതേ അല്ലാഹു പറയാനല്ലേ യമസ്സന്നല്ലദീന കഫറു മിൻഹും അദാബുൻ അലീം, അവിശ്വസിച്ച കക്ഷികൾക്ക് കഠിനമായ ശിക്ഷ നിശ്ചയമായും സ്പർശിക്കുക തന്നെ ചെയ്യും. അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന, എന്തേ അവർ അല്ലാഹുവിലേക്ക് കേറിച്ച് മടങ്ങി പടച്ചവനോട് മാപ്പ് പറയാത്തത്? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു തആല ധാരാളം പുറത്തു കൊടുക്കുന്നവരും റഹ്മത്ത് ചെയ്യുന്നവരുമാണ്. ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് അല്ലാഹുവാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞവരെയും അതുപോലെ 3 ദൈവങ്ങളിൽ ഒരുവനാണ് പടച്ചവൻ എന്ന് പറഞ്ഞവരെയും എല്ലാം വിമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് റബ്ബ് പറയാണ് മൽ മസീഹ് ഇബ്നു മറിയം, ഒരു മറിയമിന്റെ പുത്രനായ മസീഹ് ഈസാ നബി അലൈഹിസ്സലാം. ഒരുപാട് അമ്പിയാക്കളെ പേര് ഖുർആനിലുണ്ട്, അവിടെ ഒന്നും ആരാ മകനാണ് എന്ന് പറയുന്ന സ്വഭാവമില്ല. മൂസാ നബിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ടോ? അതുപോലെ തന്നെ ആദം നബിയെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ബാപ്പ നേരത്തെ ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം. ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ട്, ഇന്നാളെ മകൻ എന്ന് പറയാറുണ്ടോ? ഈസാ നബിയെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു തആല ഇബ്നു മറിയം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ദൈവപുത്രനാണെന്നൊരു കൂട്ടർ വാദിച്ചത് കൊണ്ടാണ് മറിയമിന്റെ പുത്രൻ എന്ന് അല്ലാഹു തആല ആവർത്തിച്ച് പറയുന്നു. മൽ മസീഹു ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാം ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ, ആ ഈസാ നബിയുടെ സ്ഥാനം വകവെച്ച് കൊടുത്തേ പറ്റൂ. ഇല്ലാ റസൂൽ, അവിടുന്ന് അല്ലാഹു പറഞ്ഞേറ്റ റസൂലാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ, അതിനു മുമ്പും റുസലീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മുഹു സിദ്ദീഖ, ആ ഈസാ നബിയുടെ ഉമ്മ മറിയം റളിയല്ലാഹു അൻഹാ അവർ വാദിച്ചതുപോലെ 3 ദൈവങ്ങളിൽ ഒരു ദൈവമല്ല, സിദ്ദീഖ, അതൊരു വലിയ സത്യമതിയായ മഹതിയായ പെണ്ണാണ്, വലിയ മഹത്വമുള്ള സ്ത്രീയാണ്. അപ്പോൾ ഏതൊരാൾക്കും പറയുമ്പോൾ അവർക്ക് അർഹതപ്പെട്ടത് പറയണം, അർഹതപ്പെടാത്തത് പറയാൻ പാടില്ല. അത് നബിയായാലും റസൂലായാലും വലിയായാലും എല്ലാവർക്കും ഇതൊരുപോലെ ബാധകമാണ്. ഖുർആൻ പറയാണ് കാനായ യകുലാനി തആം, ഈസാ നബി അലൈഹിസ്സലാമും ഉമ്മ മറിയം ബീവിയും ഭക്ഷണം കഴിക്കുന്നവരല്ലേ? അവർ ഭക്ഷണം കഴിക്കുന്നില്ലേ? പിന്നെ എങ്ങനെ പടച്ചോനാന്ന് തോന്നലുണ്ടാവോ? ഭക്ഷണം കഴിക്കുന്ന ആള് പടച്ചോനാവോ? കാനായ യകുലാനി തആം, അവർ രണ്ടാളും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എങ്ങനെയാണ് നമ്മൾ തെളിവുകൾ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നത്? വീണ്ടും ചിന്തിച്ചു നോക്കൂ, എങ്ങനെ ഇവർ സത്യത്തിൽ നിന്ന് തിരിക്കപ്പെട്ടു പോകുന്നത്? എന്തേ ഇവർക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്? അള്ളാഹുവിനെ സംബന്ധിച്ചു അള്ളാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം അത് വകവെച്ച് കൊടുത്തേ പറ്റൂ. അള്ളാഹു മാത്രമാണ് ഖാലിഖ്, അള്ളാഹു മാത്രമാണ് പടച്ചവൻ, അള്ളാഹു മാത്രമാണ് സട്ടാവ്. വേറെ ഒരാൾക്കും ഇവിടെ എന്റെ ഈ കൈവിരൽ ഉയർത്തുന്നത് പോലും അള്ളാഹു സൃഷ്ടിച്ചിട്ടല്ലാതെ എന്നെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഞാൻ അതുമായി ഇടപെടുമ്പോൾ അള്ളാഹു അത് സൃഷ്ടിച്ചു തരണം. അതാണ് സുന്നത്ത് ജമാഅത്ത്. ഖാലിഖുൽ അഫ്ആൽ, ഖാലിഖു കുല്ലി ശൈഇ, സർവ്വ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം, പരിശുദ്ധ ഖുർആനിൽ നേരത്തെ ഞാൻ ഓതി അന്നീ അഖ്ലുഖു ലക്കും മിനത്തീനി എന്ന് ഓതി. അതിന്റെ നേരെ അർത്ഥം ഞാൻ കളിമണ്ണിനാൽ സൃഷ്ടിക്കും എന്നാണ്. അവിടെ ഉദ്ദേശം ആ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിൽ അല്ല, ഞാനത് രൂപപ്പെടുത്തുമെന്ന അർത്ഥത്തിൽ പറഞ്ഞ ഒരു ഖൽഖ് എന്ന വാചകമാണ്. ഏതുപോലെ അഹ്സനുൽ ഖാലിഖീൻ എന്ന് ഖുർആനിലുണ്ട്, അതിനർത്ഥം അല്ലാത്ത കുറെ പടച്ചവന്മാരുണ്ട് എന്നല്ല. അത് മുസവ്വിരീൻ, അതേ രൂപപ്പെടുത്തുന്ന പലരുണ്ട് എന്നർത്ഥത്തിലാണ് അവിടെ ഖാലിഖ് എന്ന് പറഞ്ഞു. ഏതുപോലെ നിങ്ങൾക്ക് കാണാം ഇമാം റാസി റളിയല്ലാഹു അൻഹു ലാ ഖാലിഖ ഇല്ലല്ലാഹ്, ലാ മുദബ്ബിറ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ആവർത്തിച്ച് തഫ്സീർ റാസിയിൽ പറഞ്ഞ ഇമാം റാസി ചില വിഷയങ്ങളിൽ ചില തദ്ബീറുകൾ ഔലിയാക്കളുടെ അർവാഹികൾക്കുണ്ടെന്ന് ഇമാം റാസി തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് നേരത്തെ പറഞ്ഞ ലാ മുദബ്ബിറ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിനെതിരല്ല, അത് രണ്ടും റാസിയിലുള്ളതാണ്. അതിനർത്ഥം യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിന്റെ മാത്രമാണ്.
യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി സ്റ്റേജ് നിയന്ത്രിക്കുന്നവർ ഉണ്ട്, വണ്ടി നിയന്ത്രിക്കുന്നവർ ഉണ്ട്, അതുപോലെ പലതും നിയന്ത്രിക്കുന്ന മലക്കുകൾ ഉണ്ട്, ഔലിയാക്കൾ ഉണ്ട്, സാലിഹീങ്ങൾ ഉണ്ട്. യഥാർത്ഥ നിയന്ത്രണം ലാ മുദബ്ബിറ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ യഥാർത്ഥ നിയന്ത്രിക്കുന്നവൻ വേറെ ഇല്ല. അതാണ് യുദബ്ബിറുൽ അംർ എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത്. ആകയാൽ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം വകവെച്ചു കൊടുക്കാതെ ഒരിക്കലും ഒരാൾ മുസ്ലിം ആവില്ല. അല്ലാഹുവിന് അവകാശപ്പെട്ടത് അങ്ങനെ തന്നെ വകവെച്ചു കൊടുക്കണം. അതേ സമയത്ത് എത്ര വലിയ മഹാനാണെങ്കിലും ആ മഹാനെ അതിന് കവിഞ്ഞ് അതേ പറഞ്ഞിട്ട് ഒരു വലിയനെ സംബന്ധിച്ച് നബി എന്ന് പറയാൻ പറ്റില്ല, റസൂൽ എന്ന് പറയാൻ പറ്റില്ല, പിന്നെ പടച്ചവൻ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് ഒരു മുസ്ലിം ചിന്തിക്കുക പോലും ഇല്ലല്ലോ. അതുകൊണ്ട് എന്തും പറയുകയും എന്തും സംസാരിക്കുകയും എന്തും ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ അതപ്പതിച്ചു പോകാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ അതാണ് ശേഷം വീണ്ടും പറയുന്നു, ഖുൽ അതഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു ലക്കും ദർറൻ വലാ നഫ്ആ. നിങ്ങൾ അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ഒരു ഉപദ്രവമോ ഒരു ഉപകാരമോ ഉടമയാക്കാത്തവരെ ആരാധിക്കുകയോ. ഇവിടെ ഉടമസ്ഥാവകാശം അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അതാണ് ലഹുൽ മുൽക്ക്, അധികാരം മുഴുവനും അല്ലാഹുവിനാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ അധികാരം ഇല്ലെന്നല്ല. അത് അല്ലാഹു കൊടുക്കുന്ന അധികാരം കൊടുക്കുന്ന സമയത്ത് കിട്ടും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അതേ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞൊരു ആശയമാണ്. അല്ലാഹു അപ്പോൾ കൊടുക്കുന്ന അധികാരം കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നവർക്ക് ലഭിക്കും. അത് പല അധികാരങ്ങളും ഉണ്ട്. ആത്മീയമായ അധികാരങ്ങളുള്ളവരുണ്ട്, ഭൗതികമായ അധികാരങ്ങളുള്ളവരുണ്ട്. അതൊക്കെ അല്ലാഹു അപ്പോൾ കൊടുക്കുന്നതാണ്. അതേ സമയത്ത് ഒരു ഉപകാരവും ഉപദ്രവവും സ്വന്തമായി ഉടമയാക്കുന്ന ഒരു വ്യക്തിയും ഒരു സൃഷ്ടിയും ഇല്ല. അത് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അതാണ് മാ ലാ യംലികു ലക്കും ദർറൻ വലാ നഫ്ആ. നിങ്ങൾക്ക് ഒരു ഉപകാരവും ഉപദ്രവവും അല്ലാഹു അല്ലാതെ ഉടമയാക്കുന്നില്ല. അവൻ ഉദ്ദേശിക്കുന്നവർ മുഖേന അവൻ നടത്തും. അതിൽ മലക്കുകൾക്ക് പലതും അല്ലാഹു നൽകുന്നുണ്ട്, അതുപോലെ അമ്പിയാക്കൾക്ക് നൽകുന്നുണ്ട്, ഔലിയാക്കൾക്ക് നൽകുന്നുണ്ട്, ഭരണാധികാരികൾക്ക് നൽകുന്നുണ്ട്, പോലീസിന് നൽകുന്നുണ്ട്, കോടതിക്ക് നൽകുന്നുണ്ട്. അങ്ങനെ പലർക്കും പല അധികാരങ്ങളും നൽകുന്നുണ്ട്. അതൊക്കെ അല്ലാഹു അപ്പോൾ നൽകുന്ന അധികാരം മാത്രം. അല്ലാതെ ഒരുടമസ്ഥാവകാശവും അല്ലാഹുവിനല്ലാതെ ഒരു ചെറിയ വിരലനക്കാൻ പോലും ഒരു സൃഷ്ടിക്കും അല്ലാഹു അപ്പോൾ കഴിവ് കൊടുത്താലേ അല്ലാതെ ഇല്ല. അതാണ് ഖാലിഖു കുല്ലി ശൈഇ, മുഴുവൻ വിഷയങ്ങളും മുഴുവൻ വസ്തുക്കളും സൃഷ്ടിക്കുന്ന പടച്ചവൻ. വല്ലാഹു ഹുവസ് സമീഉൽ അലീം. അല്ലാഹു തആല എല്ലാം സ്വന്തമായി കേൾക്കുന്നവനാണ്, സ്വന്തമായി അറിയുന്നവനാണ്. നമ്മളൊന്നും സ്വന്തം കേൾക്കുന്നവരല്ല, അല്ലാഹു കേൾപ്പിച്ചിട്ട് കേൾക്കുന്നവരാണ്. സ്വന്തമായി അറിയുന്നവരല്ല, അല്ലാഹു അറിയിച്ചിട്ട് അറിയുന്നവരാണ്. ഖുൽ യാ അഹ്ലൽ കിതാബ് ലാ തഅലൂ ഫീ ദീനികും. ഓ കിതാബുകാരെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞ മൗലവിമാര്. ഏത് മൗലവിമാര്? ചിന്തിക്കാത്ത മൗലവിമാര്. അത് ഫഖീഹല്ല, ഇത്ര മൗലവിമാരുടെ പേരുണ്ടാവും. ലാ തഗ്ലൂ ഫീ ദീനികും. നിങ്ങൾ നിങ്ങളുടെ ദീനിൽ ഒരിക്കലും അതിര് കവിഞ്ഞു പോകാൻ പാടില്ല. ഗൈറൽ ഹഖ്, ഹഖല്ലാതെ സത്യമല്ലാതെ. വലാ തതബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ളല്ലു, പിഴച്ചുപോയ വിഭാഗത്തിന്റെ തടീച്ചയെ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. വഅളല്ലു മിൻ ഖബ്ലു വഅളല്ലു കസീറൻ, അവർ പലരെയും പിഴപ്പിച്ചവരുമാണ്. വളല്ലു അൻ സവാഇസ് സബീൽ, അവർ ശരിയായ മാർഗം സുന്നത്ത് ജമാഅത്തിൽ പിഴച്ചുപോയവരാണ്. ഈ സുന്നത്ത് ജമാഅത്തിൽ പിഴച്ചുപോയ വ്യാജ തരീഖത്തുകാരുടെയോ അല്ലെങ്കിൽ അതേ ഔലിയാക്കളെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്നവരെയോ അമ്പിയാക്കളെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്നവരെയോ ഒന്നും മുസ്ലിം സമുദായം പിന്തുടരാൻ പാടില്ല. മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅ, അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുണ്ട്, ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്. അത് ഏത് കാലത്തുമുണ്ട്. ഏതെങ്കിലും പുത്തൻവാദികൾ പറയും പോലെ മരണപ്പെട്ട കറാമത്തില്ല, അങ്ങനെയും പറയാൻ പാടില്ല. കറാമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കറാമത്ത് നൽകുന്നുണ്ട്. മരിച്ചാൽ കറാമത്ത് വർദ്ധിക്കല്ലാതെ കുറയൂല, കറാമത്ത് വർദ്ധിക്കുകയാണ്. പക്ഷേ എല്ലാറ്റിനും എല്ലാ വിഷയത്തിലും ഓരോന്നിനും അർഹതപ്പെട്ട സ്ഥാനം ഓരോരുത്തർക്കും വകവെച്ചു കൊടുക്കണം. അതിൽ കവിഞ്ഞ് വകവെച്ചു കൊടുക്കുകയും ചെയ്യരുത്. ഞാൻ ഈ കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലായി ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.